ജീവിതം തിരിച്ചുപിടിക്കാൻ കനിവുള്ളവരുടെ കാരുണ്യം കാത്തിരിക്കുകയാണ് മലപ്പുറത്ത് കൊണ്ടോട്ടി മുതുപറമ്പ് സ്വദേശിയായ 14 വയസ്സുകാരൻ മുഹമ്മദ് ഷാമിൽ. സ്പൈനർ മസ്കുലർ അട്രോഫി എന്ന SMA രോഗം ബാധിച്ച മുഹമ്മദ് ഷാമിലിന് 3 കോടി രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത്. നാട് മുഴുവൻ ഒന്നിച്ചിറങ്ങി പകുതിയോളം തുക സമാഹരിച്ചു. ഇനിയും 1.5 കോടി രൂപ കൂടി ചികിത്സയ്ക്കായി വേണം ഈ കുരുന്നിന്. ഈ തുകയ്ക്കായി കനിവുള്ളവർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഷാമിലും കുടുംബവും. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവനെ കൊണ്ട് പോകുന്ന സമയത്ത് അവൻ പറയും, മെച്ചേ നോക്കും മെച്ചേ, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ആ കുട്ടികളെ മാതിരി എന്താ മെച്ചേ ഞാൻ അങ്ങാടി കൂടെ പോവുക, എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള പൂതി ഉണ്ട് മെച്ചേ എന്നിട്ട് എന്നെ പിടിച്ചിങ്ങനെ പറയലുണ്ടായിരുന്നു. പോനെ എനിക്കങ്ങനെ പോവാൻ കഴിയും മെച്ചേന്ന് ചോദിച്ചിട്ട് അവൻ അന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര എന്തോ ആയിപ്പോയി. അവൻ്റെ മനസ്സിലാഗ്രഹമാണ് എന്നോട് പറഞ്ഞതെന്ന്. ബാല്യത്തിൻ്റെ ചിറകുകളിലേറി ഓടി നടന്നിരുന്ന കാലമുണ്ടായിരുന്നു ഈ കാലുകൾക്ക്. ഇന്ന് പക്ഷേ ഒരു 14-കാരൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ ചക്രക്കസേരയിൽ ഒതുങ്ങി. എനിക്ക് എല്ലാവരെ പോലെ നടക്കാനും പള്ളിയിൽ പോകാനും കളിക്കാനൊക്കെ എല്ലാം ആഗ്രഹമുണ്ട്. എല്ലാവരും കളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ നോക്കിക്കല്ലേ, സ്കൂളിൽ നിന്നൊക്കെ ഞാൻ അങ്ങനെ ഇരിക്കലാണ്. മകൻ്റെ ഭാരം മുഴുവൻ ഉമ്മ ജാസിറ ഇന്ന് ചുമലിലേറ്റുന്നുണ്ട്. പക്ഷേ തൻ്റെ മകൻ പഴയതുപോലെ ഓടി നടക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ആ അമ്മയുടെ ഹൃദയഭാരത്തോളം വരില്ല അതൊന്നും. 1 വയസ്സ് നടക്കുന്ന അന്ന് മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പം ചെരിവ് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പം 2.5 വയസ്സായപ്പോഴാണ് അസുഖം എന്നത് SMA അസുഖമാണെന്നുള്ള ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു തന്നത്. അപ്പോൾ ഡോക്ടർമാരാണ് പറഞ്ഞത് 75 ലക്ഷം ഒരു വർഷത്തേക്കാണ് മരുന്നിൻ്റെ വില. 9 വയസ്സ് വരെ എല്ലായിടത്തും ഓടിച്ചാടി എല്ലാ സ്ഥലത്തേക്കും പോയ എൻ്റെ കുട്ടീനിത്. ഇപ്പം എൻ്റെ മോന് എങ്ങോട്ട് പോകണമെങ്കിലും അവിടേക്ക് പോകണമെങ്കിലും ഞാൻ തന്നെ വേണം. സ്റ്റെപ്പ് കയറണമെങ്കിലും ബാത്റൂമിൽ പോകണമെങ്കിലും കുളിപ്പിക്കണമെങ്കിലും ഒക്കെ എൻ്റെ സഹായം ഇല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. 9 വയസ്സ് വരെ ഓന് അങ്ങാടിക്കൊക്കെ ഒറ്റയ്ക്ക് പോയതാണ്. മുറ്റത്തൊക്കെ ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ ഈ വീട്ടിൽ നിന്ന് അപ്പുറത്ത് വീട്ടിലേക്കൊക്കെ നടന്നു പോയതാണ്. സ്കൂൾ വിട്ട നിന്നൊരു വട്ടം ഈ വീടും ചുറ്റി കറങ്ങും നടക്കട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ 6 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ പറ്റ മുറ്റത്ത് കൂടി ഇറങ്ങാത്ത അവസ്ഥയ്ക്ക് എത്തിയത്. എല്ലാം ഒടുങ്ങി തട്ടുമ്പോഴത്തേനും വീണ് പോയി. ഇപ്പോൾ ഇവിടുത്തെ ടൈൽസ് തന്നെ അണ്ട് തട്ടുമ്പോഴത്തും വീയാണ്. ഇപ്പോൾ പറയുമ്പോഴത്തേന് ഇങ്ങനത്തെ ടൈൽസ് ഉണ്ടാക്കി ഒട്ടിച്ചത് വേറെ വെച്ചാൽ പോരേനു. ഇപ്പോൾ ക്യാപ്പ് ഉണ്ടായത് അത് ക്യാപ്പ് വരെ ഓന് പറ്റുന്ന തട്ടുമ്പോഴത്തും വീയാണ്. ആ വീഴുമ്പോഴത്തേന് എല്ലാം അവിടെ പൊട്ടിപ്പോവും. അവിടെയെങ്കിൽ അവിടെ ചെറുതായിട്ടത് നിഷേധമായിട്ട് വരും. അവിടെ വീങ്ങി എന്തെങ്കിലും പെട്ടെന്ന് എൻ്റെ കുട്ടിക്ക് ഒരാൾ സലാം കൈ കൊടുത്താൽ പോലെ കൈ അവിടെ വീങ്ങി പോവുകയാണ്. നമ്മൾ പിടിച്ചു കൊടുക്കുമ്പോഴത്തേന് അത്ര ഉറപ്പില്ലാതായി വരികയാണ്. ഇതൊക്കെ ഇപ്പം ഉണ്ടായതാണ്. 9 വയസ്സിൻ്റെ ശേഷമാണ് അസുഖം അങ്ങനെ ആയി വരുന്നത്. അതുവരെ അങ്ങനെയൊന്നും ഇല്ലേന്. അസുഖം ഉണ്ട് ഞങ്ങൾക്ക് അറിയേന്, പക്ഷെ അത്ര കൂടി വന്നിട്ടൊന്നുമില്ലേ. ഷാമിലിൻ്റെ കൂടെ ഒരു നാട് മുഴുവനുമുണ്ട്. TV ഇബ്രാഹിം MLA നേതൃത്വത്തിലുള്ള സഹായ സമിതി ഇതിനോടകം 1,33,00,000 രൂപയാണ് സമാഹരിച്ചത്. നമ്മുടെ ഡോക്ടർമാരും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തുള്ള വിദഗ്ധന്മാരും പറഞ്ഞിട്ടുള്ളത് ഇതിന് 3 കോടി രൂപ തന്നെയെങ്കിലും മിനിമം വേണമെന്നാണ്. കാരണം ഓരോ ദിവസവും കുട്ടിയുടെ അസ്ഥി വർഷം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ കുട്ടിയുടെ കാലിനായിരുന്നു തളർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൈക്ക് വരെ ബാധിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ കമ്മിറ്റി എടുത്ത തീരുമാനപ്രകാരം കിട്ടിയ കാശ് എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങുക. ഓനെ ആ നടത്തത്തിൽ ഇപ്പം നടക്കുന്ന അവസ്ഥയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നടത്തത്തിൻ്റെ അവസ്ഥയ്ക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതാണ് അവർ പറഞ്ഞത്. പൂർണ്ണമായിട്ടും മാറുന്നൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ നമുക്ക് അസുഖം കൂടൂല, ഓനെ വീഴ്ചർക്ക് എത്തൂല, കടത്തത്തിക്കാവൂല, ആ നടത്തത്തിൽ തന്നെ എന്നും ഉണ്ടാവും. ചികിത്സ ആരംഭിച്ചതോടെ ഷാമിലിൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ വെട്ടമുണ്ട്. അതണയാതിരിക്കാൻ നാം കൂടി കൈകോർക്കണം. ഈ ചക്രക്കസേരയിൽ നിന്നും ഷാമിൽ മോന് എണീറ്റ് നടക്കണം. തൻ്റെ കൂട്ടുകാരോടൊപ്പം പന്ത് തട്ടണം. പഠിച്ചൊരു ഡോക്ടറാവണം. ഈ ആഗ്രഹങ്ങളൊക്കെ പൂവണിയണമെങ്കിൽ നിങ്ങളേവരുടെയും കനിവുണ്ടാവണം. ആ കനിവിന് വേണ്ടിയാണ് ഷാമിലും കുടുംബവും ഒരു നാടും ഒന്നാകെ കാത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എൻ റിപ്പോർട്ടർ മലപ്പുറം. പലപ്പോഴും ബെന്യാമൻ പറഞ്ഞതുപോലെയാണ്, നമ്മൾ അനുഭവിക്കാത്ത മറ്റുള്ളവരുടെ ജീവിതങ്ങളും അവസ്ഥകളുമെല്ലാം നമുക്കൊരു കെട്ടുകഥയായിരിക്കും. 14 വയസ്സുള്ള മുഹമ്മദ് ഷാമിലിനുള്ള സ്പൈനൽ മസ്കുലർ അട്രോഫി, അത് പരിഹരിക്കുന്നതിന് 3-3.5 കോടി രൂപ എങ്കിലും മിനിമം ചിലവാകും. 1.5 കോടി രൂപ 1,33,00,000 രൂപ നാട്ടുകാർ സുമനസികൾ ചേർന്ന് പിരിച്ചെടുത്തു. ഇനി നമുക്ക് മുഹമ്മദ് ഷാമിലിനെ കൂടെ നിർത്തേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ സഹായവും കാരുണ്യവും വേണം.
14 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞ് മുഹമ്മദ് ഷാമിൽ സ്വന്തം ഉമ്മയുടെ ചുമലിലേറി മാത്രം സഞ്ചരിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടും സങ്കടവുമാണ് ആ കുടുംബത്തിലുണ്ടാക്കുക എന്നതറിയുന്നത്. മുഹമ്മദ് ഷാമിലിനെ നമുക്ക് നേരെ നിവർത്തി നടത്തും. അതിന് ആ ഉമ്മയിൽ നിന്ന് ഉള്ള ഒരാശ്രയം മുഹമ്മദ് ഷാമിൽ നിരന്തരമായി ആശ്രയിക്കുന്ന അവസ്ഥ മാറണം. അതിന് നമ്മളുടെയൊക്കെ മനസ്സ് കനിയുകയും വേണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരും മുഹമ്മദ് ഷാമിലിനോടൊപ്പം നിൽക്കുക. ഒരു നാട് മുഴുവൻ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനിയും 1.5 കോടി രൂപ കൂടി വേണം സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ഈ രോഗം മാറ്റാൻ. ഈ തുകയ്ക്കായി കനിവുള്ളവർ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഷാമിലും